എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ നിന്നും ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞാൻ ബാംഗ്ലൂർ എത്തിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇതാ കാണുന്ന ബ്രിഗേഡ് എക്സോട്ടിക്ക എന്ന കൂറ്റൻ കെട്ടിടത്തിനുള്ളിൽ ഒരു കൊച്ചു കേരളമുണ്ട്. അത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം വന്നിരിക്കുന്നത്. The man behind the magic. ഇവിടുത്തെ വീട്ടിലത്തെ ഇന്റീരിയർ ഡിസൈനിങ് ആർക്കിടെക്ട്. നമ്മൾ ഈ കാണുന്ന ഡിസൈൻ ഇത് ഗ്ലാസിനുള്ളിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്ന, ഇത് മാനുവലായിട്ട് ചെയ്യുന്നതാണ്. ഇത് ആസിഡ് വർക്കാണ്. മുപ്പതോളം ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയെ അപ്രോച്ച് ചെയ്തു. പക്ഷേ നമുക്കൊന്നും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അവരെ അപ്രോച്ച് ചെയ്ത ശേഷം. അപ്പോൾ അപ്പോഴാണ് ജോബിയെ മുട്ടിയത്. നമ്മൾ നെറ്റിൽ കൂടി യൂട്യൂബിൽ ജോബിയുടെ ഒരു വീട് കണ്ടിട്ടാണ് പുള്ളിയെ പരിചയപ്പെട്ടത്. ബിനുവിൻ്റെ സൗമ്യയുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു ബാൽക്കണിയാണ്. സാധാരണ നമ്മൾ കാണാത്ത ഒരു അപ്പാർട്ട്മെൻറ്റ് ബാൽക്കണിയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ അന്യനാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ നാട് വല്ലാതെ നമുക്ക് മിസ് ചെയ്യല്ലേ ബിനു? അതെ, നമ്മുടെ സുഹൃത്താണ് ബിനു. ഇപ്പോൾ ബാംഗ്ലൂരിൽ സ്ഥിരതാമസമായി. കുറേ യാത്രകൾക്കും കുറേ അവിടെ ഇവിടെ നാടൊക്കെ ചുറ്റി ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് വന്നിരിക്കുകയാണ്. ബിനു ശരിക്കും പാലക്കാടുകാരനാണ്, പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. നമ്മളൊക്കെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ വിമാനത്തിൽ ലൈറ്റും റീഡിംഗ് ലൈറ്റും അല്ലേ, വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മൾ സീറ്റിംഗ് സിസ്റ്റംസ് കോക്പിറ്റ്, പൈലറ്റ് കോക്പിറ്റിലുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. വിമാനത്തിൽ കാണുന്ന പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന കോളിൻസ് എയറോസ്പേസ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യയിലെ ഹെഡാണ് നിൽക്കുന്ന ഈ മനുഷ്യൻ. അതിന് ജാടയൊന്നുമില്ല കേട്ടോ. വീട്ടിലുള്ളവരുടെ ഉള്ളറിഞ്ഞാണ് ഓരോ മുക്കും മൂലയും ജോബി ക്രമീകരിക്കുക. അവരുടെ ചിന്തകളുടെ പ്രതിഫലനം കൂടിയാക്കി ആ വീട്ടകത്തെ മാറ്റാനുള്ള ശ്രമമാണ് ജോബി തൻ്റെ ഡിസൈനിങ്ങിലൂടെ തുടരുന്നത്. നമ്മുടെ വാല്യൂ സിസ്റ്റമൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും കുറേ കൾച്ചർ വാല്യൂസിലാണ്. അപ്പം അതെല്ലാം ബിനു ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം ബിനുവിൻ്റെ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു വളർത്തുന്നതിന് ബെറ്റർ കാണിച്ചു കൊടുത്ത് അതൊക്കെ അനുഭവിച്ച് ഫീൽ ചെയ്ത് അവർ വളരണം എന്നുള്ളൊരു രീതിക്ക് തിങ്ക് ചെയ്യണ ആളാണ് ബിനു. അപ്പം അതുകൊണ്ടാണ് ഇത്തരം കോൺസെപ്റ്റൊക്കെ അവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ജനിച്ച നാടിനെ എന്നും ഓർമ്മിക്കാൻ, ഓടിക്കളിച്ചു വളർന്ന വീട്ടകങ്ങളെ ഓർമ്മിക്കാൻ, അച്ഛനെയും അമ്മയെയും ഓർമ്മിക്കാൻ, അത്തരം പാകത്തിലാണ് ബംഗളൂരിൻ്റെ ഹൃദയഭാഗത്തെ എൻ്റെ സുഹൃത്തുക്കളായ ബിനുവിൻ്റെയും സൗമ്യയുടെയും ലക്ഷറി ഫ്ലാറ്റിനുള്ളിൽ ആഡംബരങ്ങൾ ലെവലേശമില്ലാതെ ജോബി തീർത്ത വീട്ടകമാണ് നമ്മളെല്ലാം കൂടി കാണാൻ പോകുന്നത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് എന്താ പറയുക അമ്പലമാണോ അതോ എന്താ ഒരു ഫീൽ? എന്താ മനസ്സിൽ കണ്ടത് എന്തായിരുന്നു? നമ്മൾ വീട്ടിൽ എൻട്രി ചെയ്തത് ഒരു പോസിറ്റിവിറ്റി. നമ്മള് വിഘ്നേശ്വരൻ ഗണപതി എന്ന് പറഞ്ഞത് വിഘ്നങ്ങളൊക്കെ നീക്കി, തടസ്സങ്ങളൊക്കെ നീക്കി ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരുന്നതാണ് സങ്കല്പം. അതുകൊണ്ട് പുള്ളിയാണ് ആദ്യം ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. ഇത് ശരിക്കും ആന്റിക് പീസ് തന്നെയാണത്. ഇത് ഈ ഫ്രെയിം ഒരു ആന്റിക് പീസാ. ഉള്ളിലത്തെ ഡ്രോയിങ് പിന്നെ നമ്മൾ വരപ്പിച്ചതാ. നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു തറവാട് കേരള പാലക്കാട്. മോഡേണും നൊസ്റ്റാൾജിയും ആന്റിക്കും കലർപ്പില്ലാതെ ജോബി ക്ലയന്റുകൾക്ക് സമ്മാനിക്കുന്നുണ്ട്. ബിനുവിൻ്റെ ഈ ഒരു ഡിസൈൻ നോക്കുവാണെങ്കിൽ ഈ ഒരു എലിഫൻറ്റ് അവർക്ക് തറവാട്ടിൽ ഇങ്ങനെ ഒരു എലിഫൻറ്റ് വരുന്ന ഒരു സെറമണി അവർക്ക് ഉള്ളിൽ അവിടെ ഉണ്ട്. അപ്പം പണ്ട് ഇവർക്ക് വീട്ടിൽ ആനയുണ്ടായിരുന്നു. അപ്പോൾ ഈ ആന വെറുതെ ഈ എലിഫൻറ്റ് നമുക്കിവിടെ വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊരു സന്ധ്യാസമയത്ത് ഒരു വീട്ടിലേക്ക് ഒരു ഡിവൈനിറ്റി വരുന്ന പോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫ്രെയിം നമ്മൾ ഒരു ആൻറ്റിക് ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഡോറ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രെയിം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഡോറിൻ്റെ ഇത് ആൻറ്റിക്, ഇതൊരു 200 കൊല്ലം പഴക്കമുണ്ട്. അപ്പോൾ ഈ ഡോറിൻ്റെ ഡിസൈൻ വെച്ചിട്ട് നമ്മൾ അതുപോലൊരു സാധനം ഇവിടെ വുഡ് കൊണ്ട് നമ്മൾ ചെയ്ത് നമ്മൾക്ക് അതിൻ്റെ ഡിസൈൻ അതേ മാച്ച് ചെയ്യുന്ന ഡിസൈൻ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ വീടിന് പുറത്തേക്ക് നിൽക്കുമ്പോൾ ബിനുവിൻ്റെ തറവാട്ടിൽ ഉണ്ടായിരുന്ന പോലെ പുറത്ത് എലിഫൻറ്റ് വന്ന് നിൽക്കുന്നതാണ് എൻ്റെ കോൺസെപ്റ്റ്. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷമേകുന്ന ഉള്ളിടങ്ങളാണ് മൂവാറ്റുപുഴയിൽ നിന്നും കാലങ്ങൾക്ക് മുന്നേ ബംഗളൂരുവിലേക്ക് ചേക്കേറിയ ജോബി ജോസഫ് എന്ന ഇന്റീരിയർ ഡിസൈനറെ വേറിട്ടതാക്കുന്നത്.
ഇത് എനിക്കൊന്ന് പഴയ ആമാടപ്പെട്ടി പെട്ടിയാണെന്ന് തോന്നുന്നു. ഇത് അരിപ്പെട്ടിയ, നമ്മുടെ പഴയ അരിപ്പെട്ടിയ. പത്തായപ്പുര സൂക്ഷിക്കുന്ന സാധനങ്ങളല്ലേ? അതെ, ഭയങ്കര ഹെവിയാന്നോ? അല്ല, ഇത് ഒരുപാട് ഹെവിയാ. ഇത് 100 വർഷം കൂടുതൽ പഴക്കമുണ്ടാവും. ഇതും ജോബിയ നമുക്ക് സെലക്ട് ചെയ്ത് തന്നത്. പൊക്കാൻ പറ്റുമോ? ഇത് പൊക്കാൻ പറ്റാം. ഇതിൽ വേറെ സംഭവങ്ങളെ വെച്ചിട്ട്. പക്ഷെ ഇത് അരിപ്പെട്ടിയ. ഇതിലാണ് അരി നമ്മള് സൂക്ഷിക്കുന്നതൊക്കെ. അച്ചാറ്. നമ്മുടെ അമ്മമ്മ ചെറുപ്പത്തിൽ നാട്ടിലൊക്കെ പോകുമ്പോ മാമ്പഴം എടുത്ത് വെക്കുക. ശരിയാ, ഉപ്പിലിട്ട മാമ്പഴം. പിന്നെ ഉപ്പിലിട്ടത്, പിന്നെ മാങ്ങ പൊറിച്ച് ഇതിലിട്ട് വെക്കുക. അതെല്ലാം ഇങ്ങനത്തെ ഈ അരിപ്പെട്ടിയിലായിരിക്കും. ഇതൊരു 100 വർഷം പഴക്കം ഉണ്ടാവും ഈ പെട്ടിക്ക് അല്ലേ? അപ്പൊ അതൊരു ടീപ്പോയി ആയിട്ട് മാറ്റി അല്ലേ? അതിനെ ഒരു ടീപ്പോയി ആയിട്ട് മാറ്റി. ഇത് കോൺസെപ്ഷ്യലൈസ് ചെയ്തത് ജോബിയാണ്. വീട്ടകത്ത് ഏറ്റവും പ്രധാനം അടുക്കളയാണല്ലോ. ചിട്ടയോടെ അടുക്കി ഒതുക്കി ജോബി ഉണ്ടാക്കി കൊടുത്ത അടുക്കളയെ പറ്റി സൗമ്യക്ക് നല്ല അഭിപ്രായമാണ്. യൂസർ ഫ്രണ്ട്ലി ആണ്. ഒരു കിച്ചണിന് ആവശ്യമായിട്ടുള്ളതും നമ്മൾക്ക് ഫീസിബിൾ ആയിരിക്കണം. കുക്ക് ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും വെക്കാനും അതിൻ്റെ ഫീസിബിലിറ്റിയാണ് ഇതിൽ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അതിന് എസ്പെഷ്യലി ഒരുപാട് ബ്രെയിൻ സ്റ്റോമിങ് നടന്നിരുന്നു ഞാനും ബിനുവും ജോബിയും ഒക്കെ ആയിട്ട്. പക്ഷേ ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി ഇറ്റ് കെയിം ഔട്ട് വെരി നൈസ്ലി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ. കബേർഡ്സ് ആയാലും ഈവൻ സ്പൂണിൻ്റെ റാക്ക് ആയാലും പ്ലേറ്റിൻ്റെ റാക്സ് ആയാൽ പോലും അതിൻ്റെ മൈന്യൂട്ടി എല്ലാം വെച്ചിട്ട് മനസ്സിൽ വെച്ചിട്ടാണ് ജോബി അത് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. കിടപ്പ് മുറികൾക്ക് രാജകീയ പ്രൗഢി ഒരുക്കിയത് വെൽവെറ്റ് പോലെ തോന്നിക്കുന്ന വാൾപേപ്പർ വർക്കും തേക്കിൻ തടിയിൽ തീർത്ത കട്ടിലും ഡ്രസ്സിംഗ് ടേബിളും അലമാരകളുമാണ്. ഇത് ഞങ്ങളുടെ മോൻ്റെ ബെഡ്റൂമാണ്, അതായത് ചിൽഡ്രൻ ബെഡ്റൂമായിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, ഐ മീൻ വരുന്നവരും ചോദിക്കുന്നത്, ഞങ്ങളുടെ വീട് കാണാൻ വരുന്നവരും ചോദിക്കുന്നത് മെയിനായിട്ട് ഇഫ് യു സി ഞങ്ങളുടെ ഈ വാൾപേപ്പറാണ്. ഇത് ക്ലോത്ത് ആണോ, അതിൻ്റെ പ്രൊജക്ഷൻ, അതിൻ്റെ സ്റ്റൈല് ക്ലോത്ത് ആണോ എന്നാണ് പലരും ചോദിക്കാറുള്ളത്. പക്ഷെ ആക്ച്വലി ഇത് ക്ലോത്ത് അല്ല. അതിൻ്റെ ലൈറ്റിങ്സും അതിൻ്റെ മെറ്റീരിയലും മേക്കും എൻറ്റയർലി ഒരു നല്ലൊരു സൂതിങ് എഫക്റ്റാണ് തരിക കണ്ണുകൾക്ക്. ഇത് ആക്ച്വലി ഒരു പാലസ് തീമിലാണ് ബെഡ്റൂമിൻ്റെ വാൾപേപ്പർ പണിതിരിക്കണം. പിന്നെ ബെഡ്റൂമിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നാച്ചുറലാണ്. സോ ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇവിടെയും ശ്രമം. ഇപ്പോൾ കോട്ടായാലും ശരി, നമ്മുടെ കബോർഡ്സ് ആയാലും ശരി, ഒരു ഫുള്ളി നാച്ചുറൽ വുഡിൽ ചെയ്തിരിക്കുക. ഒരു പാലസ് തീമിൽ വിത്ത് ലൂർ ഡിസൈൻ. ഡോർസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൂർ ഡിസൈനിലാണ് ചെയ്തിരിക്കണം. രാജകീയത തോന്നിക്കാൻ അതിൻ്റെ വേറിട്ടൊരു മുദ്രണം കണ്ണാടികളിലും മറ്റും ഭംഗിയായി ജോബി നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഡിസൈൻ ഇത് ഗ്ലാസ്സിനുള്ളിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്ന, ഇത് മാനുവലായിട്ട് ചെയ്യുന്നതാണ്. ഇത് ആസിഡ് വർക്കാണ്. അതുപോലെ ഈ കാണുന്നത് ഇതെല്ലാം മാനുവൽ വർക്കാണ്. ഇത് ലൂവേഴ്സാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ തുണി വെച്ച് ചെയ്യുമ്പോൾ ഒരു വെൻറ്റിലേഷൻ കിട്ടണം. കാരണം വീട്ടിൽ ഉപയോഗിക്കുന്ന നോർമൽ കാഷ്വൽ ക്ലോത്തിന് വേണ്ടി. അപ്പോൾ അതിനു വേണ്ടി ഇത് ലൂവേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു പാലസിൻ്റെ തീമാണ്. ഒരു പ്രൗഡ് ആസ്പെക്റ്റ്, ഒരു ഫീൽ, ഒരു റിച്ച്നെസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇതെല്ലാം ഗ്ലാസ്സിനുള്ളിലാണ്. ഇതെല്ലാം മാനുവൽ ജോബാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ഇത് റിയലി ഇതൊരു പാലസിൻ്റെ തീമാണ്. നമുക്കൊരു എന്താ പറയുക, ഹൈലി ബക്കിംഗ്ഹാം പാലസ് അല്ലെങ്കിൽ എമിറേറ്റിലൊക്കെ കാണുന്ന ടൈപ്പ് ആ ഒരു റിച്ച് ലുക്കാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ടീക്കൂട്ടാണ്. ടീക്കൂട്ടിൽ കംപ്ലീറ്റ് ഇത് ടീക്കൂട്ടിൻ്റെ ഫിനിഷിങ്ങാണ്. ഏതൊരാളുടെയും ഉള്ളുപോലെ ആകണം വീടിൻ്റെ ഉള്ളുമെന്നാണ് ജോബി ജോസഫ് എന്ന ഇന്റീരിയർ ഡിസൈനർ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും അത് പൂർത്തീകരിക്കാൻ ശ്രമപ്പെടുന്നതും. നല്ലൊരു പാറ്റേണിലേക്ക് നമ്മൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസ് അതിലൂടെ ആ ഒരു സ്പിരിറ്റ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഒരു പോസിറ്റീവ് പാറ്റേണിൽ ജീവിക്കുമ്പോൾ നമുക്ക് അത്ര ഫീലുകൾ കിട്ടും. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ബിനുവിൻ്റെ ഒരു ലീഡർഷിപ്പ് ലെവലിൽ ബിനു വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഇത്ര ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പം കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പം ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കൾച്ചർ ബിൽഡ് ചെയ്യുന്നത് ഇത്രയും ക്വാളിറ്റീസിലാണ്. കാരണം ഇന്റീരിയർ ഡിസൈനിങ്ങിലും അതിൻ്റെ പൂർത്തീകരണത്തിലും മനസ്സും ശരീരവും ഒരുപോലെ സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്ന് നോക്കിയ, മൈക്രോസോഫ്റ്റ്, JW മാരിയറ്റ്, ഇൻഫോസിസ് തുടങ്ങിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെ രൂപകൽപ്പനയിൽ പങ്കാളിയായ ജോബി ജോസഫ് പറയുന്നു. ഒരു വ്യക്തി സമൂഹത്തെ എങ്ങനെയാണ് കാണുന്നത്, അവരുടെ ടേസ്റ്റ്, പാഷൻ, സ്ട്രെസ് ലെവല്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനൊപ്പിച്ചൊരു കോൺസെപ്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ജോബി. അത്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോബി വീട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത് എൻ്റെ ഒരു പേഴ്സണാലിറ്റിയും പിന്നെ ഒരു പോസിറ്റീവ് വൈബും കൂടിയാണ്. നമ്മുടെ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് സ്റ്റൈലിനിടയ്ക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാനാണ് ഈ വീട്ടിൽ ശ്രമം നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ അതൊരു ഫീൽ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യണു. താങ്ക് യു ജോബി ഫോർ ക്രിയേറ്റിംഗ് ദിസ്. അതൊരു നമുക്ക് വീട്ടിൽ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് ആൻഡ് എനർജി ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു സംശയം വേണ്ട, നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക് യു ബിനു. ബിനുവിൻ്റെ ഫ്ലാറ്റിലെ ത്രികോണാകൃതിയിലുള്ള ബാൽക്കണി നല്ല രസമായിരുന്നു കേട്ടോ. വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും തുറന്നിരിക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ബാൽക്കണിയാണ് ജോബി ജോസഫ് അവർക്ക് സന്തോഷത്തിന് ഇരട്ടി മധുരം നൽകാൻ സമ്മാനിച്ചത്. ബിനുവിൻ്റെ സൗമ്യയുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു ബാൽക്കണിയാണ്. സാധാരണ നമ്മൾ കാണാത്ത ഒരു അപ്പാർട്ട്മെൻറ്റ് ബാൽക്കണിയാണ്. ഈ ബാൽക്കണി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഏത് ഇപ്പോൾ ഹോളിൽ നിന്നായാലും അല്ലെങ്കിൽ ഏത് ബെഡ്റൂമിൽ നിന്നായാലും കിച്ചണിൽ നിന്നായാലും എല്ലാവർക്കും കൂളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ബാൽക്കണിയാണ്. അപ്പോൾ അവർ 10-30 ഫ്ലാറ്റ് കണ്ടിട്ടാണ് അവർ ഇത് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ആക്സസ്സാണ്. ഇതിങ്ങനെ കംപ്ലീറ്റ് നമുക്ക് ഇത്രയും സൺലൈറ്റ് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ നല്ല ബാംഗ്ലൂരിൽ നല്ല കാലാവസ്ഥയാണ്, AC യുടെ ഒന്നും ആവശ്യമില്ല. നല്ല രസമായിട്ട് ആ വെതറും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. അകത്തിരുന്നാലും സുഖമാണ് അല്ലേ? അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് കാഴ്ച കണ്ടുകൊണ്ടിരിക്കാം. സാധാരണ ഇവിടെ ഈ പെയിന്റിങ് അതാണ്, ഇതിപ്പോൾ ഒരു ഉത്സവത്തിന് തൃശ്ശൂർ പൂരത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിപ്പറേഷൻ. അതെ. സോ അതൊരു ഉത്സവ ഫീല് കൊണ്ടുവരാനാണ്. അപ്പോൾ ഈ വീട്ടിൽ കയറുമ്പോൾ ഏത് സൈഡ് തിരിഞ്ഞാലും നമുക്ക് നാട്ടിൽ കയറിയ ഒരു എഫക്റ്റ് വരുന്നതായിരുന്നു. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ടോ? ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. ഇതുപോലെ നാട് മിസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും.